Lenovo Z5 Pro റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഏകദേശം ഫുള്ളായിട്ട് തന്നെ സ്ക്രീൻ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പോപ്പപ്പ് ക്യാമറയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായി വരുന്നതിൽ ഏറ്റവും വില കുറഞ്ഞൊരു ഫോണാണ് Lenovo Z5 Pro. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. Lenovo Z5 Proയുടെ ഡിസ്പ്ലേ വരുന്നത് 6.39 ഇഞ്ച് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൽ HDR10ഉം സപ്പോർട്ടഡ് ആണ്. AMOLEDന്റെ ഡിസ്പ്ലേയും പിന്നെ HDR10ന്റെ സപ്പോർട്ടും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ തന്നെയായിരിക്കും നമുക്ക് ഈ ഫോണിൽ നിന്നും ലഭിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൽ വരുന്നത് പോപ്പപ്പ് ക്യാമറയാണ്. അതായത് ഫ്രണ്ട് ക്യാമറ വരുന്നത് ഡിസ്പ്ലേയുടെ ബാക്കിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് മുകളിലോട്ടാക്കി കൊടുത്താൽ ഫ്രണ്ട് ക്യാമറ വരുന്നതാണ്. പിന്നെ കമ്പനി പറയുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 95% മുകളിൽ ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഏകദേശം ഫുള്ളായിട്ട് തന്നെ സ്ക്രീൻ കവറായിട്ട് കിടക്കുന്നതായിരിക്കും. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ നിന്നും ലഭിക്കുന്നതാണ്. കാരണം മിഡ് റേഞ്ചിലെ തന്നെ ബെസ്റ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 710 ആണ്. ഈ ഫോണിൽ 6 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 128 GB ഇൻറ്റേർണലിൻ്റെ മറ്റൊരു വേരിയൻറ്റും കൂടി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആൻഡ്രോയിഡ് ഓറിയോ ബേസ് ചെയ്തിട്ടുള്ള ZUI 10.0 ആണ് ഈ ഫോണിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഫോണിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് എന്നുള്ളത്. 5th ജനറേഷൻ ഫോട്ടോ ഇലക്ട്രിക് ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 0.2 സെക്കൻഡിലാണ് ഫോൺ അൺലോക്ക് ആവുക. ഇപ്പോൾ ഉള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് Lenovo Z5 Proയുടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. കമ്പനി പറയുന്നത് മറ്റുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനേക്കാളും ഏകദേശം 50-60% വില കൂടുതലാണ് ഈ ഒരു സെൻസറിന് എന്നുള്ളതാണ്. ഈ ഫോണിൻ്റെ പിൻ ക്യാമറ വരുന്നത് 24 മെഗാപിക്സലിലെ മെയിൻ സെൻസറും 14 മെഗാപിക്സലിലെ ഒരു ഡെപ്ത് സെൻസറുമാണ്. f1.8 അപ്പർച്ചറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയുടെ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 4K വീഡിയോ റെക്കോർഡിംഗ് വരെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു പോപ്പപ്പ് ക്യാമറയുമായിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ ഫ്രണ്ട് ക്യാമറ മുകളിലോട്ട് പൊന്തി വരുന്നതാണ്. അതിൽ വരുന്നത് ഒരു 16 മെഗാപിക്സലിലെ ഒരു സെൻസറും 8 മെഗാപിക്സലിലെ ഒരു ഇൻഫ്രാറെഡ് സെൻസറുമാണ്. f2.2 അപ്പർച്ചറാണ് വരുന്നത്. ഇൻഫ്രാറെഡ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫേഷ്യൽ അൺലോക്കിംഗ് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കും. ഇരുട്ടിൽ നിന്നും നമ്മൾ ഫോൺ ഫേസ് അൺലോക്ക് വഴി അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് ക്യാമറ ഉള്ളതുകൊണ്ട് ഏത് ഇരുട്ടിലും ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ആവുന്നതാണ്. പിന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി പെർഫോമൻസ് കൂട്ടാൻ പിക്സൽ ബൈൻഡിങ് എന്നുള്ളൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് രാത്രി നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 4 പിക്സൽ ഒരുമിപ്പിച്ച് നല്ല ബ്രൈറ്റും ക്ലിയറുമായിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നതാണ്. 3350 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ടഡ് ആണ്. ഈ ഫോണിൻ്റെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ വിലയാണ്. 6 GB റാമും 64 GB ഇൻറ്റേർണലുമായി വരുന്ന വേരിയൻറ്റിൻ്റെ വില വെറും 21,000 രൂപയുടെ അടുത്ത് മാത്രമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മീമിക്സ് 3യുടെ വില വരുന്നത് ഏകദേശം 40,300 രൂപയാണ്. ഇതിൻ്റെ ഇരട്ടിയോളം വരുന്നുണ്ട് അതിന്. നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസുമായി വരുന്ന Z5 Pro വളരെ കുറഞ്ഞ വിലയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ റിലീസായിട്ടില്ല, ഉടനെ തന്നെ റിലീസാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.